ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്കൈ റോജോ എന്ന സ്പാനിഷ് ത്രില്ലർ വെബ് സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡ് വീഡിയോ ആണ്. ഇതിൻ്റെ മുമ്പത്തെ വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്ലേസ് ചെയ്യാം. നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഫ്ലാഷ് ബാക്ക് സീനാണ് കാണിക്കുന്നത്. അതിൽ റൊമാരിയോ തൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ജോലിക്കാരോട് അവരുടെ ക്ലബ് ലോകത്തിലെ തന്നെ നമ്പർ 1 ക്ലബ്ബാണെന്നും ഏറ്റവും കൂടുതൽ പൈസയുള്ള ബിസിനസ്സുകാരെല്ലാം ഇപ്പോൾ നമ്മുടെ ക്ലബിലേക്കാണ് വരുന്നത് എന്നുമെല്ലാം അഭിമാനത്തോടെ തൻ്റെ ജോലിക്കാരോട് പറയുന്നു. ഇത് കേട്ടതും ക്രിസ്ത്യൻ ഇങ്ങനെ പോവുകയാണെങ്കിൽ സ്വിസ് ബാങ്കിനേക്കാളും കൂടുതൽ പൈസ നമ്മുടെ കയ്യിലായിരിക്കും എന്നുമെല്ലാം തമാശ രൂപേണ അവിടെ പറയുന്നു. അവിടെ കച്ചിത് ജിനയുടെ ഫ്ലാഷ് ബാക്ക് സ്റ്റോറിയാണ് കാണിക്കുന്നത്. ജിന ക്യൂബയിലെ ഒരു ഹോട്ടലിൽ വെയിട്രസ് ആയിട്ടെല്ലാം ജോലി ചെയ്യുന്ന സമയം ഒരു ദിവസം അവിടേക്ക് ടൂറിസ്റ്റായി വന്ന മോസിസ് ജിനയെ കാണാനിടയാവുന്നു. അവൻ അവളോട് ഇവിടെ ഹോട്ടലിൽ വർക്ക് ചെയ്തിട്ട് എന്ത് പൈസ കിട്ടാനാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് സ്പെയിനിലെ വലിയൊരു ഹോട്ടലിൽ ഒരു വെയിട്രസിന്റെ പോസ്റ്റ് ഒഴിഞ്ഞെടുക്കുന്നുണ്ടെന്നും ആ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിന്റെ കഷ്ടപ്പാടെല്ലാം പെട്ടെന്ന് മാറുമെന്നും അതോടെ നിനക്ക് നിന്റെ മകനെ നോക്കിക്കൊണ്ട് സന്തോഷത്തോടെ ജീവിക്കാമെന്നുമെല്ലാം മോസിസ് ജിനയെ പറഞ്ഞു പറ്റിക്കുന്നു. അവിടെ കച്ചിത് പ്രസന്റിൽ ജിനയുടെ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ ശേഷം ഡോക്ടർ പുറത്തേക്ക് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഡോക്ടറെ കണ്ടതും ഉടൻ തന്നെ അവർ രണ്ടുപേരും കൂടി ജിനയുടെ സ്ഥിതി എന്താണ് എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. ഡോക്ടർ അവളുടെ മുറിവെല്ലാം വെച്ച് കെട്ടിയിട്ടുണ്ടെന്നും അതുകൊണ്ട് അവളെയും കൂട്ടിക്കൊണ്ട് ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാനെല്ലാം ഡോക്ടർ അവരോട് പറയുന്നു. അവിടെ കച്ചിത് ഇവരെ കാണാതായ ദേഷ്യത്തിൽ ക്ലബിലുള്ള എല്ലാ ലേഡീസിനോടും ഇവരെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്ന മോസിസിനെയും ക്രിസ്ത്യന്റെയുമാണ് കാണിക്കുന്നത്. ആ സമയം അവർക്ക് കരോളിന്റെ കൂടെ 2 ദിവസം മുമ്പ് സംസാരിച്ചിരുന്ന ഒരു പെൺകുട്ടിയെ സംശയം തോന്നിയത് കൊണ്ട് അവളെ അവരുടെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടെ കച്ചിത് ഡോക്ടറിന്റെ അടുത്ത് നിന്നും ജിനയെ കൂട്ടിക്കൊണ്ട് യാത്ര തിരിക്കുന്ന അവർ രണ്ടുപേരെയുമാണ് കാണിക്കുന്നത്. പോകുന്ന വഴിയിൽ കരോൾ കാർ ഓടിച്ചിരുന്ന വിൻഡിയോട് ഇന്ന് രാത്രി മോസിസിന്റെ കയ്യിൽ പെടാതെ താമസിക്കാൻ പറ്റിയ വല്ല സ്ഥലമുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പറയുന്നു. ഇതേ സമയം അവർ പോകുന്ന വഴിയിൽ പൂട്ടിക്കിടക്കുന്ന ഒരു മാള് കണ്ടതും അവർ ഇവിടെ അന്വേഷിച്ചു വരാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിൻഡി കാർ നേരെ അവിടേക്ക് എടുക്കുന്നു. കുറെ നാളുകൾക്ക് ശേഷം ആ നരകത്തിൽ നിന്നും രക്ഷപ്പെട്ട സന്തോഷത്തിൽ അവർ 3 പേരും അന്ന് രാത്രി ആ മാളിൽ സന്തോഷത്തോടെ കിടന്നുറങ്ങുന്നു. അവിടെ കച്ചിത് പിറ്റേ ദിവസം രാവിലെ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുന്ന കരോളിനെയാണ് കാണിക്കുന്നത്. അവൾ ബെഡിന്റെ സൈഡിൽ താൻ കാർ വാഷ് ചെയ്യാൻ പോവുകയാണ് എന്ന് നോട്ടെല്ലാം എഴുതി വെച്ച ശേഷം കാറും എടുത്തുകൊണ്ട് തൊട്ടപ്പുറത്തുള്ള വാഷിംഗ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നു. അവൾ കാറെല്ലാം വാഷ് ചെയ്യുന്ന സമയം പെട്ടെന്ന് അവളുടെ ഫോണിലേക്ക് ഒരു അൺനോൺ നമ്പറിൽ നിന്നും കോളെല്ലാം വരുന്നു. അവൾ കോൾ എടുത്തതും ഫോണിലൂടെ റൊമാറിയോന്റെ ശബ്ദമെല്ലാം കേട്ടതും അവൾ മൊത്തത്തിൽ ഞെട്ടുന്നു. റൊമാറിയോ അവളോട് നിന്നെയും നിന്റെ കൂട്ടുകാരെയും എവിടെ ചെന്ന് വെച്ചാലും താൻ കണ്ടുപിടിക്കുമെന്നും അതുകൊണ്ട് മര്യാദയ്ക്ക് ക്ലബിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ കിട്ടാൻ പോകുന്ന പണിഷ്മെന്റിൽ കുറച്ച് ഇളവെല്ലാം തരാമെന്ന് അവളോട് ഭീഷണി രൂപേണ പറയുന്നു. എന്നാൽ ഇത് കേട്ട് ദേഷ്യം വന്ന കരോളാവട്ടെ റൊമാറിയോനെ ഫോണിലൂടെ നല്ലപോലെ ചീത്തയെല്ലാം പറഞ്ഞുകൊണ്ട് ആ കോൾ ഉടൻ തന്നെ കട്ട് ചെയ്യുന്നു. എന്നാൽ കരോളിന്റെ ഈ പെരുമാറ്റം കണ്ടതും റൊമാറിയോന് വളരെയധികം ദേഷ്യമാവുന്നു. അയാൾ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യനോടും മോസിസിനോടും താൻ അവരുടെ ഫോണിൽ ഒരു GPS സെറ്റ് ചെയ്തിട്ടുണ്ടെന്നും അതുവഴി അവർ ട്രേസ് ചെയ്യാനുള്ള മെത്തേഡെല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അവരുടെ ലൈവ് ലൊക്കേഷനെല്ലാം മനസ്സിലാക്കിയ ഉടൻ തന്നെ ക്രിസ്ത്യനും മോസിസും കൂടി അവരെ 3 പേരെയും പിടികൂടാനായി പോകുന്നു. അവിടെ കച്ചിത് മാളിലുള്ള ഒരു ഫോണിൽ നിന്നും ക്യൂബയിലുള്ള തൻ്റെ അമ്മയെ കോൾ ചെയ്യുന്ന ജിനയെയാണ് കാണിക്കുന്നത്. ജിന അമ്മയോട് തന്നെ അന്ന് ഇവിടേക്ക് കൊണ്ടുവന്ന വ്യക്തി തനിക്ക് ഹോട്ടൽ ജോലി തരാമെന്നും പറഞ്ഞ് പറ്റിക്കുകയായിരുന്നുവെന്നും ഇപ്പോൾ ഒരുവിധം അവരുടെ കയ്യിൽ നിന്നും താൻ രക്ഷപ്പെട്ടു പോന്നു എന്നുമെല്ലാം അമ്മയോട് പറയുന്നു. എന്നാൽ ഇത് കേട്ടതും അമ്മ പേടിച്ചുകൊണ്ട് താൻ അവരുടെ കയ്യിൽ നിന്നും പൈസ കൈപ്പറ്റിയ ശേഷമാണ് നിന്നെ ആ നാട്ടിലേക്ക് അയച്ചത് എന്നുമെല്ലാം ജിനയോട് പറയുന്നു. തൻ്റെ അമ്മയും കൂടി അറിഞ്ഞിട്ടാണ് തന്നെ ഈ നരകത്തിലേക്ക് അയച്ചത് എന്ന് മനസ്സിലാക്കിയ ജിന കോളെല്ലാം കട്ട് ചെയ്തുകൊണ്ട് വിൻഡിയെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് അവിടെ വെച്ച് കരയുന്നു. ഈ സമയം കാറെല്ലാം വാഷ് ചെയ്തുകൊണ്ട് കരോൾ അവിടേക്ക് കയറി വരുന്നു. കരോൾ അവരോട് റൊമാറിയോ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ നാട്ടിൽ നിന്നും പോയില്ലെങ്കിൽ അത് നമുക്ക് ആപത്താണ് എന്നുമെല്ലാം അവരോട് പറയുന്നു. ഇത് കേട്ടതും ജിന തൻ്റെ ഒരു ഫ്രണ്ട് തൊട്ടപ്പുറത്തെ ടൗണിൽ ഒരു റിസോർട്ടെല്ലാം നടത്തുന്നുണ്ടെന്നും അതുകൊണ്ട് നമുക്ക് അയാളെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോകാം എന്നുമെല്ലാം അവരോട് പറയുന്നു. എന്നാൽ ഇവരുടെ സംസാരത്തിനിടയിൽ ആ മാളിലേക്ക് ആരോ കയറി വരുന്നതായിട്ട് ഇവർക്ക് ശബ്ദമെല്ലാം കേൾക്കുന്നു. അവർ 3 പേരും കൂടി ആ മാളിൻ്റെ പല സൈഡുകളിലായി ചെന്ന് ആ വ്യക്തി ആരാണെന്നറിയാൻ വേണ്ടി ഒളിച്ചിരുന്ന് നോക്കുന്നു. ഈ സമയം അത് അവിടുത്തെ സെക്യൂരിറ്റിയാണ് എന്ന് മനസ്സിലാക്കിയ വിൻഡി അവിടുത്തെ ക്ലീനറിൻ്റെ ഡ്രസ്സെല്ലാം എടുത്തിട്ടുകൊണ്ട് താൻ ഇവിടെ ക്ലീനിങ്ങിന് വന്നതാണ് എന്ന സെക്യൂരിറ്റിയോട് കള്ളം പറയുന്നു. എന്നാൽ സെക്യൂരിറ്റിക്ക് അവിടുത്തെ ക്ലീനറെ നല്ലപോലെ അറിയാവുന്നതുകൊണ്ട് വിൻഡിയെ അപ്പോൾ തന്നെ പിടികൂടുന്നു. ഇത് കണ്ടതും കരോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഫ്രൈ പാൻ എടുത്തുകൊണ്ട്
ആ സെക്യൂരിറ്റിയുടെ തലയിൽ ആഞ്ഞടിക്കുന്നു. ബോധം പോയ സെക്യൂരിറ്റിയെ അവർ അവിടെയുണ്ടായിരുന്ന ഒരു കട്ടിൽ കെട്ടിയിട്ട ശേഷം അവർ 3 പേരും കൂടി ജിനയുടെ ഫ്രണ്ടിന്റെ റിസോർട്ടിലേക്ക് പോകാനായി അതിലൂടെ വന്ന ആദ്യത്തെ ബസ്സിന് തന്നെ കൈ കാണിച്ച് കയറുന്നു. ഈ സമയം ആ ബസ്സിന്റെ പുറകിലൂടെ മോസിസും ക്രിസ്ത്യനും കൂടി ഇവരെ ഫോളോ ചെയ്ത് വരുന്നതും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സ്കൈ റോജോ എന്ന വെബ് സീരീസിന്റെ ബാക്കി വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.